ഏവർക്കും ട്രീ കിച്ചണിലെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്പെഷ്യൽ റെസിപ്പി തേങ്ങയും ശർക്കരയും കൊണ്ട് തയ്യാറാക്കുന്ന രുചികരമായ കോക്കനട്ട് ബർഫിയാണ്. ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്, ഇതിനെ ചിരകി വരാം. ഇതാ ഇവിടെ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. ആദ്യമായി 2 ടീസ്പൂൺ ചെറുപയർ പരിപ്പ് നന്നായി മൂപ്പിച്ച് വറുത്തെടുക്കാം. ഇതാ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. തണുത്തതിന് ശേഷം ഇതിനെ മിക്സിയിൽ നന്നായി പൊടിച്ചെടുക്കാം. പരിപ്പ് പൊടിച്ചെടുത്ത ശേഷം തേങ്ങ ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ചേർത്ത് നന്നായി ബ്ലെൻഡ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് അരച്ചെടുത്ത ശേഷം ഇതാ ഇവിടെ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കാം. അടിവശം പിടിക്കാതെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായി മിക്സ് ചെയ്ത് തേങ്ങയിലെ വെള്ളം വറ്റി വരുന്നത് വരെ മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി ഇതിലേക്ക് 2 കപ്പ് ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 250 ഗ്രാം ശർക്കരയാണ് എടുത്തിട്ടുള്ളത്. ഇത് പാനിയാക്കി അരിച്ചെടുത്ത ശർക്കരയാണ്. ഇതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ ശർക്കര പാനിയും തേങ്ങയും നന്നായി വെന്ത് കുറുകി വരണം. അതുവരെ ഇതിനെ മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാണ് ഇത് നന്നായി കുറുക്കിയെടുക്കേണ്ടത്, അല്ലെങ്കിൽ കയ്യിൽ പൊട്ടിത്തെറിക്കും. ഹൽവ തയ്യാറാക്കുന്നത് പോലെ പാത്രത്തിൽ നിന്നും വിട്ടുവരുന്ന പാകം വരെ ഇത് നന്നായി മിക്സ് ചെയ്ത് കുറുക്കിയെടുക്കണം. ഇതാ ഏകദേശം കുറുകി വന്നിട്ടുണ്ട്. കൈയെടുക്കാതെ തന്നെ നന്നായി കുറുക്കിയെടുക്കാം. അങ്ങനെ ഇതാ തേങ്ങയും ചെറുപയർ പരിപ്പും ശർക്കരയുമായി നന്നായി മിക്സ് ചെയ്ത് കുറുകി വന്നിട്ടുണ്ട്. ഇതാ പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇതാ കോക്കനട്ട് ബർഫി തയ്യാറായിട്ടുണ്ട്. അടുത്തതായി ഇതിനെ പാത്രത്തിലേക്ക് മാറ്റാം. അതിനായി ഇതാ ഇവിടെ ഒരു പാത്രത്തിലേക്ക് നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. തയ്യാറാക്കി വെച്ച ബർഫി ഇതിലേക്ക് വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഷേപ്പിൽ അതിനെ പരത്തിയെടുക്കാം. അതിനായി സ്പൂണിൻ്റെ മറുവശത്ത് നെയ്യ് തടവിയ ശേഷം ഇതുപോലെ സ്പൂൺ വെച്ച് അതിനെ നിരപ്പാക്കി കൊടുക്കാം, ഷേപ്പാക്കി എടുക്കാം. തണുത്തതിന് ശേഷം ഇഷ്ടമുള്ള ആകൃതിയിലേക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം. ഇതാ ഇവിടെ തണുത്ത് വന്നിട്ടുണ്ട്. ഇതിനെ മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയ ശേഷം ഇതിനെ കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ വളരെ രുചികരമായ ഹെൽത്തിയായ കോക്കനട്ട് ബർഫി തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ ഇതാ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ സാധിക്കുന്ന കോക്കനട്ട് ബർഫി പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. ഇതിനെ ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് കട്ട് ചെയ്തെടുക്കാം. കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴേക്ക് നിമിഷ നേരം കൊണ്ട് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ സാധിക്കും. വളരെ ഹെൽത്തിയായ ഫുഡാണിത്. നാവിൽ വച്ചാൽ തന്നെ അലിഞ്ഞു പോകുന്ന അത്രയ്ക്ക് സോഫ്റ്റായ ഒരു ബർഫിയാണ് ഇവിടെ തയ്യാറായിട്ടുള്ളത്. എല്ലാവരും ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് അറിയിക്കുക. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ട് താഴെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തുക. ഓൾ എന്ന ഓപ്ഷൻ കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. ബൈ ബൈ.